നാട്ടിലും വീട്ടിലുമുള്ള എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം എല്ലാവരും ഓണം ആഘോഷിക്കേണ്ട ക്ഷീണത്തിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാനുള്ള ആലോചനയിലായിരിക്കും. എന്നിരുന്നാലും ഞങ്ങളിവിടെ ചെറിയ രീതിയിൽ ഓണം ആഘോഷിച്ചു കേട്ടോ. ഈ ഉന്തുവണ്ടി എടുത്ത് ഞങ്ങൾ ഉന്തിപ്പോയത് കടലിൻ്റെ തീരത്തേക്കാണ്. അങ്ങനെ കടലിൻ്റെ തീരത്ത് ഒരു മാറ്റും വിരിച്ച് അവിടെ ഇരുന്ന് സദ്യ കഴിക്കാം എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു പറ്റിയ സ്പോട്ട് കണ്ടുപിടിച്ചു. ഇനി ഈ സ്പോട്ടിന് ചുറ്റുമുള്ള കടലിൻ്റെ ഭംഗിയും ഇരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷവും ഒക്കെ ഉണ്ടോ എന്ന് ഉള്ള ആലോചനയും ഡിസ്കഷനും ഒക്കെയാണ്. അതിനുശേഷം അവിടെ മാറ്റ് വിരിച്ച് ഇനി നമ്മുടെ അടുത്ത ടാസ്ക് ഈ മാറ്റ് വിരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫുഡ് എല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കിയേക്കാം എന്നായിരുന്നു തീരുമാനം. പക്ഷേ അപ്പോഴാണ് ഒരു ചെറിയ പൂതി, എന്നാൽ കുറച്ച് പൂ പറിച്ച് അത്തപ്പൂ ഇട്ടാലോ. ഈ തീരുമാനം വളരെ നേരത്തെയായി പോയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിന്ന് കുറച്ച് പൂക്കൾക്ക് മാത്രമേ ഇരയാകേണ്ട വന്നുള്ളൂ ഞങ്ങളുടെ കൈ കൊണ്ട്. സോ അങ്ങനെ പറിച്ചെടുത്ത കുറച്ച് പൂക്കൾ കൊണ്ട് ഞങ്ങളും ഒരു ചെറിയ അത്തപ്പൂ സെറ്റാക്കി. ഈ അത്തപ്പൂ ഞങ്ങളെ കൊണ്ട് മാത്രമേ ഇടാൻ കഴിയുള്ളൂ. കാരണം ഇത്രയും പൂ കൊണ്ട് ഇത്രയും വലിയൊരു അത്തപ്പൂ ഇടുക, ഇറ്റ്സ് വെരി ബിഗ് ടാസ്ക്. കാരണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അത്തപ്പൂ ഇടുക, പൂക്കളം ഇടുക, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇത്ര എണ്ണമുള്ള ആൾക്കാർ വേണം, അതിൻ്റെ അകത്ത് രാവിലെ ചെല്ലണം പൂ പിച്ചി വെക്കാനായിട്ട്. എന്തൊക്കെ ടാസ്ക് ആയിരുന്നല്ലേ. അങ്ങനെ ആ ടാസ്കുകളെയൊക്കെ ഇന്ന് മനസ്സിലൂടെ കടന്നുപോയി. അങ്ങനെ നമ്മളും ചെറുതായിട്ട് അത്തപ്പൂ സെറ്റാക്കി കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അത്തപ്പൂ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത നമ്മുടെ മെയിൻ ടാസ്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ. ഫുഡ് എന്ന് പറയുന്നില്ല, നമ്മുടെ സദ്യ. അപ്പം സദ്യ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇല വിരിച്ച് ചുറ്റോട് ചുറ്റും എങ്ങനെ തുടങ്ങണം, എങ്ങനെ ഇരിക്കണം എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷനൊക്കെ ഞങ്ങൾ കടന്നുപോയി. ചുറ്റും വട്ടത്തിലിരിക്കാം എന്നൊക്കെ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇരിക്കുന്നതിന് മുമ്പ് ഒരു ഇലയിൽ വിളമ്പി അത് വെച്ച് കുറച്ച് സെൽഫി എടുക്കണമല്ലോ. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ആയിരിക്കും. അപ്പം ആ ഫാമിലിയിലേക്ക് 1, 2, 3 ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്ത് ഞങ്ങളും ഇവിടെ ഓണം ആഘോഷിച്ചു, ഞങ്ങളും വളരെ ഹാപ്പിയാണ് എന്ന് കാണിക്കുക എന്നത് നമ്മുടെ ഒരു ടാസ്ക്കാണ്. സോ അതിനുവേണ്ടി ഓണത്തിന് സദ്യ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഒരിലയിൽ എല്ലാം സെറ്റാക്കി കേട്ടോ. ആ ഇലയിൽ ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു. അവനാണ് എല്ലാം വിളമ്പി, അവന് ഫസ്റ്റ് ടൈമാണ് ഇത്രയും കറികളോട് കൂടി അത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാ കറികളും അങ്ങ് അച്ചാറ് തൊട്ട് അങ്ങ് സാമ്പാർ വരെ എല്ലാ കറികളും വിളമ്പി, ചോറും വിളമ്പി, പപ്പടവും കൂട്ടി അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങിരുന്ന് ഞങ്ങൾ കഴിച്ചു കേട്ടോ. വി ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് വി ആർ ഹാപ്പി. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ഐഡിയാസും പോയിൻറ്റ്സ് ഓഫ് വ്യൂവും എല്ലാം പലതായിരിക്കും. കാരണം അങ്ങ് കോഴിക്കോട് തൊട്ട് ഇടുക്കി വരെ കിടക്കുന്നവരുടെ എല്ലാവരുടെയും ചിന്താരീതിയും ഉണ്ടാക്കുന്ന പാചകമൊക്കെ ഒരുപോലെ ആകുമോ? പക്ഷേ അതിലൊരു ഹാപ്പിനെസ് ഉണ്ടല്ലേ. എല്ലാം കഴിഞ്ഞ് ഒരു പായസവും പപ്പടവും പഴവും കൂട്ടിയുള്ള പിടുത്തം, സദ്യ സൂപ്പർ. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ ആ കടലിൻ്റെ ചുറ്റും കുറച്ച് നേരം അങ്ങോട്ട് തേരാപ്പാര നടന്നു. ഇനി അങ്ങോട്ട് ഉന്തിക്കൊണ്ട് പോയ വണ്ടിയെ തിരിച്ചെത്തിക്കണമല്ലോ എന്നതാണ് ഞങ്ങളുടെ അടുത്ത ടാസ്ക്. അങ്ങനെ കുറച്ച് ഉന്തിയും നിന്ന് വർത്താനം പറഞ്ഞു ഒക്കെയായിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഹാപ്പി ഓണം.